ഈ മുഖമൊക്കെ ആരെങ്കിലും കാശ് കൊടുത്തു കാണുമോ? 1992 അച്ഛൻ ചന്ദ്രശേഖർ ഡയറക്ട് ചെയ്ത് അമ്മ ശോഭ ചന്ദ്രശേഖർ പ്രൊഡ്യൂസ് ചെയ്ത് ജോസഫ് വിജയ് ചന്ദ്രശേഖർ ആദ്യമായി അരങ്ങേറ്റം കുറിച്ച നാളെയാ തീർപ്പ് എന്ന മൂവിയുടെ പോസ്റ്റർ കണ്ട ഒരു മാഗസിൻ എഴുതിയ കമന്റ് ആണ്. അവിടെ നിന്നും ഇന്ത്യയിലെ ഏറ്റവും അധികം ആരാധകരുള്ള നടനിലേക്ക്, ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന നടന്മാരിൽ ഒരാളെന്ന നിലയിലേക്ക് ജോസഫ് വിജയ് ചന്ദ്രശേഖർ എത്തിയ സ്റ്റോറി, ദ സ്റ്റോറി ഓഫ് തലപതി വിജയ്. ഡയറക്ടർ ചന്ദ്രശേഖറും പ്ലേബാക്ക് സിംഗറായ ശോഭയും 1973 വിവാഹിതരാകുന്നു. 1974 ജോസഫ് വിജയ് ചന്ദ്രശേഖർ ജനിക്കുന്നു. പറയേണ്ട ആവശ്യമില്ല എങ്കിലും പിൽക്കാലത്ത് കുറെ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കിയ കാര്യമായതുകൊണ്ട് ജസ്റ്റ് മെൻഷൻ ചെയ്യാം. അച്ഛൻ ചന്ദ്രശേഖർ ഒരു ക്രിസ്ത്യനും അമ്മ ശോഭ ഒരു ഹിന്ദുവുമാണ്. വിജയ്ക്ക് 9 വയസ്സുള്ളപ്പോഴായിരുന്നു 2 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന അനിയത്തി വിദ്യ മരണപ്പെടുന്നത്. വിജയെ ഒരു ടോക്കറ്റീവ് ബോയിൽ നിന്നും ഇൻട്രോവേർട്ട് ആക്കിയ സംഭവമായിരുന്നു ഇത്. 10 വയസ്സുള്ളപ്പോൾ 1984 ആദ്യമായി അച്ഛൻ ചന്ദ്രശേഖരന്റെ സിനിമയിലൂടെ വിജയ് ബാലതാരമായി എത്തുന്നത്. മൂവിയുടെ പേര് വെട്രി. അതേ വർഷം കുടുംബം, 86 വസന്തരാഗം, 87 സട്ടം ഒരു വിളയാട്ട്, 88 ഇത് എങ്കൽ നീതി. ഇത്രയും മൂവീസിൽ വിജയ് ബാലതാരമായി അഭിനയിച്ചിട്ടുണ്ട്. 85 ഇറങ്ങിയ രജനികാന്ത് ചിത്രം നാൻ സിഗപ്പു മണിതൻ, ഇതിൽ സപ്പോർട്ടിംഗ് റോളും. ഇതെല്ലാം അച്ഛൻ ചന്ദ്രശേഖർ തന്നെ ഡയറക്ട് ചെയ്ത മൂവീസാണ്. 18 വയസ്സിൽ 1992 നാളെയാ തീർപ്പ് എന്ന മൂവിയിൽ ലീഡ് റോളിൽ എത്തിയ വിജയെ തമിഴകം സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, ക്രൂരമായ വിമർശനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. ഈ പോയിന്റിൽ ചന്ദ്രശേഖർ എന്ന ഡയറക്ടറിന്റെ മകനായതുകൊണ്ട് മാത്രം വിജയ്ക്ക് കിട്ടിയ അഡ്വാൻറ്റേജസ് പറയാതിരിക്കാൻ വയ്യ. ആ വർഷത്തെ തന്നെ ഏറ്റവും അധികം നെഗറ്റീവ് റിവ്യൂസ് നേരിട്ട ആ മൂവിക്ക് ശേഷം തുടർച്ചയായി 3 സിനിമകൾ വിജയെ നായകനാക്കി ചന്ദ്രശേഖർ സംവിധാനം ചെയ്തു. ഈ സിനിമകൾ കൊമേഴ്ഷ്യൽ സക്സസ് ആയി എന്ന് മാത്രമല്ല, ഇതിൽ രസികൻ എന്ന മൂവി വിജയ്ക്ക് ഇളയ തലപതി എന്ന ടൈറ്റിൽ കൂടി നേടിക്കൊടുത്തു. അതിനുശേഷം ആദ്യമായി 1996 കോയമ്പത്തൂർ മാപ്പിളെ എന്ന മൂവിയിലൂടെ അച്ഛൻ ചന്ദ്രശേഖർ എന്ന ഡയറക്ടറിലൂടെ അല്ലാതെ വിജയ് സിനിമകൾ കണ്ടു തുടങ്ങി. 96 ഇറങ്ങിയ പൂവേ ഉണക്കാക വിജയുടെ കരിയർ ഹിറ്റായിരുന്നു. 270 ദിവസം തിയേറ്ററിലോടിയ ഈ മൂവി പിന്നീട് തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലും റീമേക്ക് ചെയ്യപ്പെട്ടു. പിന്നീട് കുറെ കൈനിറേ സക്സസ്ഫുൾ മൂവീസ്, നേർക്കുനേർ, കാതൽക്കു മര്യാദ, നിനൈത്താൻ വന്ദൻ, പ്രിയമുടേൻ ആൻഡ് ദ എപ്പിക്, തുള്ളാത മനം തുള്ളും. ഈ മൂവീസിലൂടെ വിജയ് തമിഴ്നാടിന്റെ അതിർത്തികൾ പൊളിച്ച് ഇന്ത്യയിലുടനീളം ഫാൻസിനെ സൃഷ്ടിച്ചു തുടങ്ങിയിരുന്നു, പ്രത്യേകിച്ചും കേരളത്തിൽ. ഇതിനിടയിൽ 1999 ശ്രീലങ്കൻ തമിഴ് ഫാമിലിയിലെ സംഗീതയെ വിജയ് വിവാഹം കഴിച്ചു. തൊട്ടടുത്ത വർഷം സഞ്ജയ് ജനിക്കുന്നു. 2005 മകൾ ദിവ്യ. കരിയറിൽ പിന്നെ അങ്ങോട്ട് കുറച്ചു വർഷങ്ങൾ വിജയ് പരാജയം എന്തെന്നറിഞ്ഞിട്ടില്ല. ഒരു തമിഴ് ആക്ടർ എന്നതിലുപരി തമിഴിൽ മാത്രം അഭിനയിക്കുന്ന, ഇന്ത്യയിലുടനീളം ഫാൻസ് ഉള്ള, ഇന്ത്യയിലെ വളരെ ചുരുക്കം ചില നടന്മാരിൽ ഒരാളായി വിജയ്. മിൻസാരക്കണ്ണ, ഖുഷി, പ്രിയമാനവളെ, ഫ്രണ്ട്സ്, ബദ്രി, ഷാജഹാൻ, തമിഴൻ, യൂത്ത്, ഭഗവതി, വസീകര, അങ്ങനെ 2003 വരെ കൊമേഴ്ഷ്യലി സൂപ്പർ സക്സസ് ആയ കുറെ സിനിമകൾ, മെജോറിറ്റിയും ലവ് സ്റ്റോറി. എന്നാൽ 2003 പകുതിയായപ്പോൾ അണ്ണൻ ട്രാക്ക് ഒന്ന് മാറ്റി. തിരുമല റിലീസായതോടുകൂടി റൊമാന്റിക് ഹീറോയിൽ നിന്നും ആക്ഷൻ ഹീറോയിലേക്ക്. തുടർന്ന് 2004 ഇറങ്ങിയ ഗില്ലി തമിഴിലെ ആദ്യ 50 കോടിയാണ്. 8 കോടി ബഡ്ജറ്റിൽ ഇറങ്ങിയ ഗില്ലി അന്ന് 50 കോടിയും 2024 റീ റിലീസ് ചെയ്തപ്പോൾ 32 കോടിയുമാണ് സ്വന്തമാക്കിയത്. 2004 പിന്നീട് ഇറങ്ങിയ മധുരൈ അത്ര മധുരകരമായിരുന്നില്ല. 25 ദിവസം മാത്രം ഓടിയ ആ ചിത്രത്തിന്റെ ക്ഷീണം മാറ്റാൻ അണ്ണൻ 2005 എത്തിയത് തിരുപ്പാച്ചിയുമായാണ്. തുടർന്ന് സച്ചിൻ, ശിവകാശി, പോക്കിരി. 2007 റിലീസ് ചെയ്ത പോക്കിരി പ്രഭുദേവയാണ് ഡയറക്ട് ചെയ്തത്. ബോക്സ് ഓഫീസ് കളക്ഷൻ റെക്കോർഡിട്ട ചിത്രം പലതവണ കേരളത്തിൽ റീ റിലീസ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇറങ്ങിയ അഴകിയ തമിഴ് മകൻ ഇന്ത്യയുടെ പുറത്ത് സക്സസ് ആയിരുന്നുവെങ്കിലും ഇവിടെ ഒരു ആവറേജ് റിവ്യൂസിൽ ഒതുങ്ങി. 2008 കുരുവി, 2009 വേട്ടക്കാരൻ, രണ്ടും കൊമേഴ്ഷ്യൽ സക്സസ് ആയിരുന്നു. വലിയ പ്രതീക്ഷകളോടെ വന്ന വിജയുടെ 50ാമത്തെ മൂവി സുറ പ്രേക്ഷകർ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, ബോക്സ് ഓഫീസിൽ വൻ പരാജയമായി. 2011 സിദ്ദിഖ് സംവിധാനം ചെയ്ത കാവലനിൽ വിജയ് അഭിനയിച്ചു. തുടർന്ന് തമിഴിൽ എക്കാലവും കൊണ്ടാടിയ ചേട്ടൻ അനിയത്തി സ്നേഹവും കോമഡിയും ആക്ഷനും എല്ലാം നിറച്ച് ഒരു സൂപ്പർ ഹീറോ വേലായുധത്തിലും. ഹിന്ദി റീമേക്കായ നൻപനിൽ അതുവരെ കണ്ടുകൊണ്ടിരുന്ന വിജയുടെ സ്ഥിരം ക്യാരക്ടറിൽ നിന്ന് മാറി വ്യത്യസ്തനായ ഒരു റോളിൽ നമ്മൾ കണ്ടു. 2012 ശേഷം ഇറങ്ങിയ ഒരു മൂവി പോലും ഫ്ലോപ്പ് ആയിരുന്നില്ല എന്നതാണ് വാസ്തവം. 2015 പുറത്തിറങ്ങിയ പുലി നെഗറ്റീവ് റിവ്യൂസ് ആണ് നേടിയതെങ്കിലും മുടക്കുമുതലും ലാഭവും നേടാനായി. ഇതൊഴിച്ച് 2012 ശേഷം ഇറങ്ങിയ എല്ലാ മൂവീസും തുപ്പാക്കി, തലൈവ, ജില്ല, കത്തി, തെരി, ഭൈരവ, മെറസൽ, സർക്കാർ, ബിഗിൽ ഇതെല്ലാം ബോക്സ് ഓഫീസ് തൂത്തുവാരി. ബിഗിൽ തമിഴ് ഇൻഡസ്ട്രിയുടെ ആദ്യ 300 കോടിയായിരുന്നു. ഈ മൂവീസിലെല്ലാം കോമൺ ആയുള്ള ഒരു കാര്യം എല്ലാം സക്സസ് ആണ് എന്നത് മാത്രമല്ല, ഈ മൂവീസിലെല്ലാം എന്തെങ്കിലും സാമൂഹ്യ പ്രശ്നങ്ങളും അത് ധീരമായി പരിഹരിക്കുന്ന ഒരു നായകനുമാണുള്ളത്. വിജയ് മൂവീസിൽ ഇതൊരു സ്ഥിരം ക്ലീശയാണ് എന്ന് പരസ്യമായ കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഒരു തവണ പോലും അത് ബോക്സ് ഓഫീസ് കളക്ഷനെ ബാധിച്ചിട്ടില്ല
ഇഷ്ടപ്പെട്ടില്ല എന്നതാണ് സത്യം. 2009 വിജയ് മക്കൾ ഇഴകം എന്ന പേരിൽ ഒരു ഫാൻ ക്ലബ്ബ് രൂപീകരിച്ചിരുന്നു. 2011 അസംബ്ലി ഇലക്ഷനിൽ ഈ ഫാൻ ക്ലബ്ബ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ സപ്പോർട്ട് ചെയ്തിരുന്നു. 2019 സെൻട്രൽ സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് പാസ് ചെയ്തപ്പോൾ അതിനെതിരെ വിജയ് ശക്തമായി പ്രതികരിച്ചിരുന്നു. അപ്പോഴേക്കും വിജയ് തന്റെ പല സിനിമകളിലൂടെയും പറഞ്ഞുപോയ തന്റെ പൊളിറ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂ പല പാർട്ടികളെയും അസ്വസ്ഥതപ്പെടുത്തിയിരുന്നു. വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തെ സെൻട്രൽ ഗവൺമെന്റ് ഉൾപ്പെടെ ഭയപ്പെടുന്നുണ്ടെന്ന് പലതവണ നമ്മൾ കണ്ടതാണ്. ഈ വൈറൽ സെൽഫിയുടെ സ്റ്റോറി എല്ലാവർക്കും ഓർമ്മ കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഷോർട്ട് ആക്കി ഒന്ന് പറയാം. ലോകേഷിന്റെ മാസ്റ്റർ മൂവിയുടെ ഷൂട്ടിങ്ങിനിടെ 2020 വിജയുടെ വീട്ടിൽ ED റെയ്ഡ് നടക്കുന്നു. ഷൂട്ടിംഗ് സ്ഥലത്തെത്തി വിജയെ കസ്റ്റഡിയിലെടുക്കുന്നു. 30 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ പ്രതീക്ഷിച്ചതൊന്നും കിട്ടാത്തതിനാൽ ED വിജയെ വെറുതെ വിടുന്നു. എന്നാൽ ഈ 30 മണിക്കൂറൊന്നും വേണ്ടി വന്നില്ല വിജയുടെ ആരാധകർക്ക് നെയ്വേലിയിലെത്താൻ. ആയിരക്കണക്കിന് ആരാധകരാണ് അന്ന് അവിടെ തടിച്ചുകൂടിയത്. അവരെ പിരിച്ചുവിടാൻ പോലീസ് ശ്രമിച്ചുവെങ്കിലും നടന്നില്ല. അവസാനം വിജയ്ക്ക് നേരിട്ട് എത്തേണ്ടി വന്നു. അങ്ങനെയാണ് സോഷ്യൽ മീഡിയ ആഘോഷമാക്കി ആ ചരിത്ര സെൽഫി പിറന്നത്. അപ്പോഴേക്കും വിജയുടെ രാഷ്ട്രീയ പ്രവേശനം ആളുകൾ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. 2021 ഇറങ്ങിയ മാസ്റ്റർ, 22 ഇറങ്ങിയ ബീസ്റ്റ്, 23 ഇറങ്ങിയ വാരസ്, ഇതിനെല്ലാം മിക്സഡ് റിവ്യൂസ് ആയിരുന്നു എങ്കിലും 300 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി. തൊട്ടു പിന്നാലെ വന്ന ലിയോ 600 കോടി കളക്ട് ചെയ്ത് പുതിയ ചരിത്രം സൃഷ്ടിച്ചു. ഗോട്ട് ആകട്ടെ 450 കോടി. സിനിമയുടെ കഥയ്ക്കും മേക്കിങ്ങിനും ഉപരി വിജയ് എന്ന നടന്റെ ബ്രാൻഡ് വാല്യൂ ആണ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നമ്മൾ കണ്ടത്. ഫെബ്രുവരി 2, 2024 കഴിഞ്ഞ കുറെ വർഷങ്ങളായി കാത്തിരുന്ന ആ ന്യൂസുമെൻ തമിഴക വെട്രിക്കഴകം എന്ന പേരിൽ വിജയ് ഒരു പുതിയ പാർട്ടി ലോഞ്ച് ചെയ്തു. ഇനി ഒരു സിനിമ മാത്രമേ ചെയ്യൂ എന്നും അനൗൺസ്മെന്റ് വന്നു. വിജയുടെ 69ാം മൂവി ജനനായകൻ. കോടികളുടെ പ്രതിഫലവും സ്റ്റാർഡവും ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന വിജയ് തമിഴ്നാട് മാത്രമായിരിക്കില്ല ലക്ഷ്യം വെക്കുന്നതെന്ന് നമുക്ക് ഉറപ്പിക്കാം. വിജയ് എന്ന നടനെ സ്നേഹിക്കാനുള്ള ആരാധകരുടെ കാരണം അഭിനയം മാത്രമല്ല, തന്റെ ഓരോ പ്രശ്നങ്ങളിലും കൂടെ നിന്നിട്ടുള്ള വിജയെ വീട്ടിലെ ഒരു അംഗമായി കാണുന്നവരാണ് ഓരോ ആരാധകരും. രാഷ്ട്രീയം പണമുണ്ടാക്കാൻ ഒരു മാർഗമായി കാണുന്നവരുടെ ഇടയിലേക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടൻ എന്ന പദവി ഉപേക്ഷിച്ചാണ് അദ്ദേഹം വരുന്നതെന്ന് ഓർക്കണം. ഒരുപക്ഷെ 10 വർഷത്തിന് ശേഷം ഈ കഥയുടെ ബാക്കി CM വിജയെക്കുറിച്ചും 20 വർഷത്തിന് ശേഷം PM വിജയെക്കുറിച്ചും ആവാം. ദിസ് ഈസ് ദ സ്റ്റോറി ഓഫ് ജോസഫ് വിജയ് ചന്ദ്രശേഖർ ടിൽ നൗ. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച് ഫോർ ദ റെസ്റ്റ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ദിസ് ഈസ് ചന്ദ്ര. ബൈ.